നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ അതേപോലെ പല അവസരങ്ങളിലും മോശമായ കാര്യങ്ങളും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായ കാര്യങ്ങളും സംഭവിക്കാം. ജീവിതത്തിൽ ഇത്തരത്തിൽ ശുഭവും അശുഭകരവുമായ കാര്യങ്ങൾ മാറിമറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ അത് എപ്രകാരം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാം? നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതപൂർണമായ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ഭഗവാനായി തന്നെ പറയുന്ന ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചും ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന 2 ഭഗവാന്റെ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും ഒഴിവാക്കേണ്ടതുമായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഏവരും സാക്ഷാൽ പരമശിവനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിക്കുക. സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി നാം ഏവരും മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും എൻ്റെ കുടുംബത്തിലും എന്നിലും വന്ന് ഭവിച്ചിരിക്കുന്ന സർവ്വ ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണം എന്ന് ഭഗവാനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമശിവന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുന്നതാകുന്നു. അത് എല്ലാ ആഗ്രഹങ്ങളും അത്തരത്തിൽ വന്ന് ചേരണം എന്നില്ല, അഥവാ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കണം എന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ അത് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. തൊഴിൽപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പുതിയ ജോലി, അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ചില ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകൾ, അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സ്ഥിരമായ ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങളാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക. അതിന് അനുയോജ്യമാണ് സമയം എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പുനർചിന്തനം നടത്തേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമല്ലാത്ത ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നവയാകാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് അനുകൂലമാണ്, പക്ഷേ അത് നടക്കുന്നില്ല, തന്മൂലം വിഷമതകൾ അനുഭവിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളത് എന്ന് പറയാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചിന്തിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് എന്ന ചിന്ത നിങ്ങൾക്ക് വരും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ ഒഴിവാക്കേണ്ടതാണ്. പിന്നീട് അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തേതായ കാര്യം, നിങ്ങൾക്ക് നടക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതായ അവസ്ഥ, അതിനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ നടത്തേണ്ടത്. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. അതിനാൽ ഈ സമയം ആ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ
തീർച്ചയായും അത് നിങ്ങൾക്ക് ഗുണകരമായി മാറും. അതല്ല എങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ തന്നെ ഇപ്പോൾ ആ കാര്യം നടന്നില്ല എന്നിരുന്നാൽ പോലും ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അല്പം കാലതാമസം എടുത്താണ് എന്നിരുന്നാൽ പോലും സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായി വീട്, സ്ഥലം, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് എങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. അനാവശ്യമായ പല ചിലവുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം വിഷമതകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. അത്തരം കാര്യങ്ങളിൽ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും ദേഷ്യപ്പെടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് എന്ന ചിന്തയും നിങ്ങൾക്ക് ഈ നിമിഷം വേണ്ടതാകുന്നു. ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാകുന്നു. അതിനാൽ തന്നെ ക്ഷമ നിങ്ങൾക്ക് എപ്പോഴും വേണം എന്ന കാര്യവും ഓർക്കുക. അത് അനിവാര്യമാണ്. ക്ഷമയില്ലാതെ ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ചാലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരണം എന്നില്ല. പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നു, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നു എന്ന് തന്നെ പറയാം. അല്പസമയം അത്തരം പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കും എന്നാണ് തൊടുകുറിയിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയില്ല എന്നല്ല. അല്പസമയങ്ങൾക്ക് ശേഷം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും അതിനുള്ള പരിഹാരങ്ങൾ വ്യക്തമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബസൗഖ്യം വർദ്ധിക്കുകയും അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു. ഭഗവാനെ ദർശിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. തീർച്ചയായും ആ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ഭഗവാന്റെ കടാക്ഷത്താൽ മറഞ്ഞിരിക്കുന്നതായ ചില ശത്രുക്കൾ, അവരെ നിങ്ങൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ സാധിക്കും. പലരും നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല എന്ന് മനസ്സിലാക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന കാര്യവും നിങ്ങൾ ഈ നിമിഷം ഓർക്കേണ്ടത് തന്നെയാണ്. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ മറക്കാതിരിക്കുക. പരമശിവന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള വിഷമതകളുണ്ട്. പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് വാസ്തവം. തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കഠിനമായ പ്രയത്നങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നവരാകുന്നു. എന്നാൽ ലക്ഷ്യങ്ങളിൽ എത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ കഠിനമായ പ്രയത്നങ്ങൾ ഉണ്ട് എന്നിരുന്നാൽ പോലും മുൻപ് പരാമർശിച്ചതുപോലുള്ള ഫലങ്ങൾ വന്ന് ഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതായ അവസ്ഥ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം തീർച്ചയാണ്. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏതോ കാര്യത്തിനായി കാത്തിരിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, കലഹങ്ങൾ വന്നു ചേരുക, മനസമാധാനം ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട്, അഥവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര സത്യസന്ധമായി നിങ്ങൾ പ്രവർത്തിച്ചാലും ചതിയും വഞ്ചനയുമാണ് നിങ്ങൾ നേരിടുന്നത്. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും ഇത്തരത്തിൽ സംഭവിക്കുന്നു. മനസ്സ് മടുത്തതായ അവസരമാണ് നിങ്ങൾക്കുള്ളത്. കുറ്റപ്പെടുത്തലുകൾ വന്നു ചേരുന്നു. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാലാണ് എന്ന് പോലും പറയുവാൻ സാധിക്കുന്നതല്ല.
പല തെറ്റിദ്ധാരണകൾ കൊണ്ടും കുറ്റപ്പെടുത്തലുകൾ സംഭവിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നിരുന്നാൽ പോലും മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്ന അവസ്ഥ നിങ്ങളെ തളർത്തുന്നു എന്ന് തന്നെ പറയാം. ഒറ്റപ്പെടൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധമാണ്, നിഷ്കളങ്കവുമാണ്. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുന്നത് കാണുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. ഇത് നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പം തന്നെയാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുന്നു എന്ന് തന്നെയാകുന്നു. പലപ്പോഴും നിങ്ങൾക്ക് അവഗണനകളാണ് നേരിടേണ്ടതായി വരുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവഗണനകൾ നിങ്ങൾ സദാ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ സകല പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരം വന്നെത്തുന്നതായ സമയം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വഴികൾ ഭഗവാനായി തന്നെ നൽകും. ചില ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ നിങ്ങൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും, അല്ലെങ്കിൽ ഈ വഴിയിലൂടെ മുൻപോട്ട് പോയാൽ പ്രശ്നങ്ങൾ വന്നു ചേരും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായ അവസരങ്ങൾ ഭഗവാനായി തന്നെ നൽകും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കുന്ന അവഗണന പോലുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുവാൻ സാധിക്കും. അവഗണിച്ചവർ പോലും നിങ്ങളെ തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. ഒറ്റപ്പെടുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഭഗവാനെ ആ സമയം ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉന്മേഷം പകർന്നു നൽകുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. എത്ര പ്രയത്നിച്ചാലും ഫലമില്ലാത്ത അവസ്ഥകൾക്ക് മാറ്റം വരും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള സമയമാകുന്നു എന്ന് തന്നെ പറയാം. ഭഗവാനായി തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വഴികൾ കൺമുൻപിൽ തെളിയിക്കും എന്ന കാര്യം ഓർക്കുക. ഭഗവാനെ നിത്യവും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും.